തിരുവിതാംകൂർ സൈന്യത്തെ തോക്കുപിടിക്കാനും പീരങ്കി ഉപയോഗിക്കാനും പഠിപ്പിച്ച യുസ്റ്റേഷ്യസ് ബെനഡിക്ട് ഡിലനോയുടെ 248 വർഷം പഴക്കമുള്ള ശവകുടീരം. പറഞ്ഞുവരുന്നത് തിരുവിതാംകൂറിന്റെ ശക്തമായ സൈനിക കേന്ദ്രമായിരുന്ന ഉദയഗിരി കോട്ടയെക്കുറിച്ചാണ്. 1741 നടന്ന കുളച്ചൽ യുദ്ധത്തില് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. കമ്പനിയുടെ നാവികസേന കമാൻഡറായിരുന്ന ഡിലനോയ് ഉൾപ്പെടെയുള്ളവരെ ഈ ഉദയഗിരി കോട്ടയിൽ തടവിലാക്കുകയും ചെയ്തു. പിന്നീട് ഡിലനോയുടെ സാമർഥ്യം മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ ഡിലനോയെ തിരുവിതാംകൂർ സൈന്യത്തിന്റെ സൈനാധിപനാക്കി. വേണാട് രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ രാജാവായ വീര രവിവർമ്മയുടെ കാലത്ത് നിർമ്മിച്ചതാണ് ചെളികൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ കോട്ട. പിന്നീട് ഡിലനോയുടെ ആവശ്യപ്രകാരം ഉദയഗിരി കോട്ട മാർത്താണ്ഡവർമ്മ നവീകരിക്കുകയും അതിനുള്ളിൽ തന്നെ പീരങ്കി നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്തു. ഡിലനോയ് തിരുവിതാംകൂർ പട്ടാളത്തെ യൂറോപ്യൻ പട്ടാളത്തെ പോലെ തന്നെ അടിമുടി പരിഷ്കരിച്ചു. ആധുനിക യുദ്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുകയും തോക്ക് പീരങ്കി ഉപയോഗിച്ചുള്ള യൂറോപ്യൻ യുദ്ധമുറകൾ പരിശീലിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടുള്ള യുദ്ധങ്ങളിൽ മാർത്താണ്ഡവർമ്മയുടെ ഒരു വജ്രായുധം തന്നെയായിരുന്നു ഡിലനോയ്. കൊല്ലം, കായംകുളം, പന്തളം, അമ്പലപ്പുഴ, ഇടപ്പള്ളി, തെക്കുംകൂർ, വടക്കുംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളെ തിരുവിതാംകൂറിലേക്ക് ചേർക്കുന്നതിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത് ഡിലനോയുടെ യുദ്ധതന്ത്രങ്ങളാണ്. ഈ നടന്നു പോകുന്ന വഴി കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, രണ്ട് സൈഡും നല്ല വനമാണ്. ഒന്ന് ഉറക്കെ നിലവിളിച്ചാൽ പോലും ഒരു മനുഷ്യനും അടുത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അങ്ങനെ ഫൈനലി നമ്മളിതാ എത്തിയിരിക്കുകയാണ്. ദേ ഈ കാണുന്നതാണ് ക്യാപ്റ്റൻ ഡിലനോയുടെ ശവകുടീരം അടങ്ങുന്ന പള്ളി. 30 രൂപയ്ക്ക് ടിക്കറ്റ് വാങ്ങുന്നല്ലേ, ഈ വഴിയെങ്കിലും ഒന്ന് വൃത്തിയാക്കി ഇട്ടുകൂടെ? എന്ത് മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഡിലനോയുടെയും ഫാമിലിയുടെയും ശവക്കല്ലറുകൾ കാണാൻ പറ്റും. പള്ളിക്ക് അങ്ങനെ ഒരു മേൽക്കൂരയൊന്നുമില്ല. ഒരുപക്ഷെ പിൽക്കാലത്ത് അതെല്ലാം നശിച്ചു പോയതായിരിക്കാം. ഈ കാണുന്നതാണ് ഡച്ചുകാരനായിരുന്ന തിരുവിതാംകൂർ രാജ്യത്തിന്റെ സൈനാധിപനായിരുന്ന ഡിലനോയുടെ ശവകുടീരം. ഡിലനോയുടെ ഫാമിലിയുടെ ശവക്കല്ലറുകളും അടുത്തടുത്തായി തന്നെ ഉണ്ട്. അതിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് മെയിൻ്റെനൻസ് ചെയ്യാത്തതുകൊണ്ട് അതെല്ലാം തന്നെ പലപ്പോഴായിട്ടും മാഞ്ഞു പോയിട്ടുണ്ട്. ചുമരുകളൊക്കെ തന്നെ ഏകദേശം തകർന്ന നിലയിലാണ്. സംരക്ഷിത സ്മാരകം എന്ന് ബോർഡ് മാത്രമേ ഉള്ളൂ. അന്നത്തെ കാലഘട്ടത്തിലെ നിർമ്മാണത്തിന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് ഇത് ഇന്നും ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. പിന്നെ ഈ കോട്ടയിൽ നിന്നും പത്മനാഭപുരം പാലസിലേക്ക് ഒരു തുരങ്കപാത കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ആർക്കും തന്നെ അങ്ങോട്ട് പ്രവേശനമില്ല. അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വെറുതെ അങ്ങോട്ട് പോയി ആരും പണി വാങ്ങിച്ച് പിടിക്കണ്ട. ഓക്കെ, ബൈ.